ഭാഷണത്തിലേക്ക് പോവുകയാണ്. അതിൽ ആദ്യം മുതൽ തുടക്കം മുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റാണ് ശ്രീ സുഭാഷ്. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. തലാലിന്റെ സഹോദരന്റെ ആരോപണമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാധ്യസ്ഥ ശ്രമങ്ങളുമായി അവിടെ പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമിനെതിരെയാണ്. സാമുവൽ ജെറോം വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തി $40,000 വാങ്ങി വീണ്ടും പണപ്പിരിവിന് ശ്രമിക്കുന്ന അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊക്കെ ഈ മോചന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കും? ഞങ്ങൾ ഭയങ്കര ആശങ്കയിലാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഓരോ വാർത്തകളും ഈ മോചന ശ്രമങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്, നേരത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. കാരണം നമുക്കറിയാം 16-ാം തീയതിയാണ് നിമിഷയുടെ വധശിക്ഷ തീരുമാനിച്ചിരുന്നത്. 15-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി ഇതിന് ഉത്തരവിനൊരു സ്റ്റേ ലഭിക്കുന്നത്. ആ ഉത്തരവ് വന്ന ഉടൻ തന്നെ അത് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്ത ഉടൻ തന്നെ ഈ ഇപ്പോൾ ആരോപണ വിധേയനായ സാമുവൽ വിവിധ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇത് ഫേക്ക് ആയിട്ടുള്ള, ഇത് വ്യാജമായി പടച്ചുവിട്ട ഒരു ഉത്തരവാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും സാമുവലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ ബാബു തുടങ്ങിയ ആളുകൾ വിവിധ മാധ്യമങ്ങളും വിവിധ വ്യക്തികളോടുമൊക്കെ ഇത് പടച്ചുവിട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കിയ ഒരു ഉത്തരവാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. $40,000 അയച്ചു കൊടുത്ത് എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ചോദിച്ചതിന്റെ ഭാഗമായാണ് അദ്ദേഹം 2024 ഡിസംബർ 28-ാം തീയതി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പ് വിട്ടു പോകുന്നത്. അപ്പോ 2024 ഡിസംബർ തൊട്ട് അദ്ദേഹം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല, സ്വതന്ത്രമായി അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് റേസിംഗിനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ നിമിഷയെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ന് ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കോടതി വിധി വന്ന ദിവസം കോടതി വരാന്തയിൽ വെച്ച് നിമിഷയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്ന ദിവസം കോടതി വരാന്തയിൽ വെച്ച് കാണുന്ന സമയത്ത് സുപ്രീം കോടതിയാണോ ഏത് കോടതിയാണെന്നറിയില്ല, കോടതി വിധി വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്ന സമയത്ത് 1000 അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത് സാമുവൽ ജെറോം. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. തീർച്ചയായും താങ്കൾ വളരെ ഗുരുതരമായ ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത് ശ്രീ സുഭാഷ്. അങ്ങനെയെങ്കിൽ ഈ സാമുവൽ ഇപ്പോൾ ഇവരുടെ കുടുംബത്തെയും കയ്യിലെടുത്തു എന്ന് വേണമോ കരുതാൻ? അമ്മയുടെ കൂടെ മുഴുവൻ നടക്കുന്നതൊക്കെ ഇയാളാണല്ലോ. അല്ല, അത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല സ്മൃതി. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ, സാമൂഹ്യമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നടത്തിയ പ്രവർത്തനങ്ങൾ ഞങ്ങളോട് അറിയിക്കണം. സ്വാഭാവികമായും ഞങ്ങൾ കേരളീയ സമൂഹത്തിൽ നിന്ന് 500,000 രൂപ പിരിച്ചുകൊണ്ട് ആണ് ഈ ഒരു 38 ലക്ഷം രൂപ, ഏതാണ്ട് $40,000 അദ്ദേഹത്തിന് നൽകിയത് നിമിഷയുടെ മോചന ശ്രമങ്ങൾക്കായി. അപ്പൊ അത് എന്തിനു ഉപയോഗിച്ചു, എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അറിയിക്കാൻ